എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ടയുടെ 2025 മോഡലാണ്. യൂണിക്കോൺ 2025 മോഡൽ 160 SP 125 2025 മോഡൽ. അപ്പോൾ ഇത് നമ്മളൊരു കമ്പാരിസനാണ്. അപ്പോൾ ചോദിക്കും, ഒരു 160cc 125cc തമ്മിൽ എന്തിന് കമ്പാരിസൺ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ എൻജിൻ വൈസ് നോക്കിക്കഴിഞ്ഞതിനെക്കാട്ടി കൂടുതൽ സ്പെക്ക് വൈസിൽ ഇൻ്റർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ഏതാണെന്ന് സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻജിൻ്റെ വലിപ്പമല്ല, ഇതിലൊരു വാല്യൂ ഫോർ മണിയുടെ ഒരു കാര്യം ഇവിടെ വരുന്നുണ്ട്. കാരണം ഏകദേശം 1,55,000 രൂപ കൊടുത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. അതേപോലെ 1,30,000 രൂപ വില വരുന്ന വണ്ടിയാണ് SP 125. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ ഒരു ഡിഫറൻറ്റ്, അതുകൂടാതെ ഇതിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സിൻ്റെ ഡിഫറൻസ് കൂടെ നമുക്ക് അറിയണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ രണ്ട് വണ്ടിയുടെ കമ്പാരിസണിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് തൊട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന രണ്ട് വണ്ടിക്കും LED ലൈറ്റ് തന്നെയാണ് ഹെഡ്ലൈറ്റായിട്ട് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനാണ് വരുന്നത്. എങ്കിലും കുറച്ചുകൂടെ ഏത് ഹെഡ്ലൈറ്റിലാണ് അല്ലെങ്കിൽ ഏത് വണ്ടിയുടെ ഇതിനാണ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു നല്ല ലുക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കിപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. യൂണിക്കോൺ ആണോ SP 125 ഈ കാണുന്ന പോലെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇതൊരു ക്ലാസിക് വണ്ടിയാണ്, ഇത് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമെന്നറിയാൻ കുറച്ചുകൂടെ ഭംഗി കൂടുതലാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ്. പക്ഷേ ഇതൊരു ക്ലാസിക് സ്റ്റൈല്, ക്ലാസിക് ലുക്ക് ആയതുകൊണ്ട് അതും നല്ലത് തന്നെയാണ്. രണ്ടും LED ബൾബ് വരുന്നു. പിന്നെ രണ്ട് വണ്ടിക്കും DRL കൊടുത്തിട്ടുണ്ട്. SP 125 DRL ഈ ഷേപ്പിലാണെങ്കിൽ യൂണിക്കോണിൻ്റെ DRL കണ്ടില്ലേ, ഈ ചെറിയ സെറ്റപ്പിൽ അത് നല്ല ഭംഗിയിൽ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ക്രോം ഫിനിഷോടൊക്കെ വന്ന് വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് SP 125 ക്രോം ഫിനിഷും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം ഇത് കുറച്ച് ക്ലാസിക് വണ്ടിയും പ്രീമിയം വണ്ടി ആയതുകൊണ്ടാണ് ആ ഒരു ക്രോം ഫിനിഷ് ഫ്രണ്ടിൽ വരുന്നത്. ഫ്രണ്ടിലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടിക്കും അലോയ് വീല്, ഡിസ്ക് ബ്രേക്കും രണ്ട് വണ്ടിക്കും കിട്ടുന്നുണ്ട്. ഇതിന് നമുക്ക് ABS കിട്ടുന്നുണ്ട്. യൂണിക്കോൺ ABS കിട്ടുന്നുണ്ട്. SP 125 ABS കിട്ടുന്നില്ല. രണ്ട് വണ്ടിക്കും ഫ്രണ്ടിലായിട്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഇപ്പോൾ കണ്ടല്ലോ. ഇനി നമുക്ക് സൈഡ് വശങ്ങളോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടല്ലേ, സൈഡിൽ നിന്നുള്ള കുറച്ചുകൂടെ ഒരു എയറോഡൈനാമിക്കലെ ഒരു അഗ്രസീവായിട്ട് ലുക്ക് നമുക്ക് SP 125 കിട്ടുന്നുണ്ട്. യൂണിക്കോൺ ആ ക്ലാസിക് ലുക്ക് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ട് ABSൻ്റെ ആ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാൽ 160cc എഞ്ചിനാണ് യൂണിക്കോൺ വരുന്നത്. 125cc എഞ്ചിനാണ് SP 125 വരുന്നത്. ടാങ്ക് നോക്കിക്കഴിഞ്ഞാൽ 13 ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റി യൂണിക്കോൺ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഹോണ്ടയുടെ 3D എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് മോണോഷോക്ക് എന്നുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അവരുടെ യൂണിക്കോണും SP 160 വരുന്ന മോഡലെല്ലാം മോണോഷോക്കാണ് വരുന്നത്. ഈ ഇപ്പം കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോണോഷോക്കാണ്. സൈലൻസറിൻ്റെ ആ ഒരു ഡിസൈൻ ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നു. പുതിയ ആ ഒരു OBD2Bയുടെ ആ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് സൈലൻസറെ കാണാവുന്നതാണ്. നേരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിക്സോട് കൂടിയാണ് നമുക്ക് ഈ വണ്ടി കിട്ടുന്നത്. കണ്ടില്ലേ, ആ ഒരു ഗ്രാഫിക്സ് ഫ്രണ്ടിൽ തുടങ്ങി ബാക്കി വരെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് യൂണിക്കോണിന് ഗ്രാഫിക്സോ കാര്യങ്ങളൊന്നും കിട്ടുന്നതുമില്ല. അപ്പോൾ ഈ ടൈപ്പാണ് ഇതിൻ്റെ ഒരു സൈഡ് വശങ്ങളെ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ. നമുക്ക് ഇനിയും ഏറ്റവും എടുത്തു പറയേണ്ട ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ഡേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് പോലെ ഈ ടൈപ്പിലാണ്. യൂണിക്കോണും നമുക്ക് ഡിജിറ്റൽ മീറ്റർ ആക്കിയിട്ടുണ്ട്. SP 125 ഓൾറെഡി ഡിജിറ്റൽ മീറ്റർ ആയിരുന്നു, എങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മീറ്റർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അറിയാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. ഒരു 160cc വണ്ടിക്ക് 1,55,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വണ്ടിക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നില്ല. എങ്കിൽ നേരെ നമുക്ക് 1,30,000 രൂപ കൊടുത്ത് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഈ ഒരു പുതിയ മോഡലിന്, അത് രണ്ടും പുതിയ മോഡലാണ്. ഈ ഒരു മോഡലിൻ്റെ വ്യത്യാസം നിങ്ങൾ കണ്ടോ, ഇതുണ്ടോ, ഒരു TFT ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ചോദിക്കും ചുമ്മാ പറയുന്നതാണെന്ന്. അല്ല, കണ്ടില്ലേ, ബ്ലൂടൂത്ത് പെയറിംഗ് റീസെറ്റ്, ഇതൊന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. കണ്ടില്ല, അപ്പം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള മോഡലാണ് വരുന്നത്. പിന്നെ സ്വിച്ചസിൻ്റെ നോക്കിയാൽ ആ മീറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്രത്യേക സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ, ഹോണ്, ഇവിടെ ഡിമ്മ്, ബ്രൈറ്റ്, പാസ്. ഈ സൈഡിലായിട്ട് നമുക്ക് ഈ വണ്ടിയിലില്ലാത്ത ഒരു അപ്ഡേഷനോടാണ് ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റം എന്ന് പറയുന്ന ടെക്നോളജി നമുക്ക് യൂണിക്കോണിൽ കിട്ടുന്നില്ല. കണ്ടില്ലേ, അതിൻ്റെ പകരം നമുക്ക് ഇവിടെ വരുന്നത് എഞ്ചിൻ കൂൾ സ്വിച്ചാണ്. നമുക്ക് നേരെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ ആ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. വിത്ത് സെൽഫാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു SP 125 കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ
ഇതിൻ്റെ ഔട്ട് ഓഫ് സ്റ്റോക്ക് സിസ്റ്റത്തിൻ്റെ ഒരു വാണിംഗ് നമ്മുടെ മീറ്ററിൽ കാണിക്കാം. ജസ്റ്റ് കാണിക്കാം. ഇത് ഓൺ ആക്കുന്ന സമയത്ത് കണ്ടില്ലേ എന്നുള്ള ലൈറ്റ്. അപ്പോൾ ഇതിന് ഔട്ട് ഓഫ് സ്റ്റോക്ക് സിസ്റ്റം വരുന്നുണ്ട്. ഇതിനൊരു ടെക്നോളജി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മീറ്ററിനകത്ത് എന്നുള്ള ലൈറ്റ് കത്തി കിടക്കും. പിന്നെ നിൽക്കുന്ന സമയത്ത് എവിടെയെങ്കിലും കൊണ്ട് നിർത്തുന്ന സമയത്ത് ഈ ലൈറ്റ് ഇങ്ങനെ അതിൽ മിന്നും, എഞ്ചിൻ ഓഫ് ആവും. പിന്നെ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി സ്റ്റാർട്ടാവും. അത് ഗിയറയിലാണെങ്കിൽ നമ്മൾ ഗിയറയിലെ കൊണ്ട് നിർത്തുന്നത് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് ഉണ്ടോ, ഇതിനകത്ത് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് പിടിച്ചു കഴിഞ്ഞാലും ആ സെയിം ഫങ്ഷൻ തന്നെ വർക്കാവും. ഓട്ടോ സിസ്റ്റം നിൽക്കും. അപ്പോൾ ഈ ക്ലച്ച് പിടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കുവാന്ന് വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ ഗിയറയിലും സ്റ്റാർട്ടാവും, ന്യൂട്രലും നമുക്ക് ആ ഒരു ടെക്നോളജി വർക്കാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ രണ്ട് വണ്ടിയിലുള്ള ആ ഒരു ഡിഫറൻസ് പറയുന്നത്. അടുത്തതായിട്ട് വരുന്ന ഡിഫറൻസ് നമുക്ക് ജസ്റ്റ് ഇത് ഓഫ് ആക്കാം. നമുക്ക് യൂണിക്കോണിനകത്ത് ഇപ്പം ഡിസ്റ്റൻസ് ടു MD, ആവറേജ് മൈലേജ്, ലൈവ് മൈലേജ് അറിയാൻ പറ്റും. ആ സെയിം സെറ്റപ്പ് നമുക്ക് SP125 കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മീറ്ററിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഈ SP125 റിവ്യൂവിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. ഫുൾ ഡീറ്റെയിൽ എങ്ങനെയാണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സീറ്റിംഗ് എന്ന് നോക്കിക്കഴിഞ്ഞാലും കംഫോർട്ട് കൂടുതൽ തരുന്ന സീറ്റ് നമുക്ക് യൂണിക്കോണാണ്. ലോങ് റൈഡൊക്കെ ചെയ്യാനും ഒക്കെ പറ്റിയ മോഡലാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. SP125 അത്ര മോശമെന്നല്ല പറയുന്നത്, എന്നാലും യൂണിക്കോണാണ് ബെറ്റർ. ബാക്കിൽ നിന്നുള്ള ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പാണ്. നമുക്ക് ഹാലജൻ ബൾബാണ് യൂണിക്കോൺ ഫുൾ സെറ്റപ്പ് വരുന്നത് ബാക്കിലായിട്ട്. എന്നാൽ SP125 വരുന്നത് LED ആണ് നമുക്ക് വരുന്നത്. ഈ ഇപ്പോൾ കാണുന്ന പോലെ LED ലൈറ്റാണ്, ഇൻഡിക്കേറ്ററാണ് നമുക്ക് ഹാലജൻ ബൾബ് വരുന്നത്. പിന്നെ വരുന്ന ആ ഒരു ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ്. സൈലൻസർ അതൊക്കെ ഡിസൈനൊക്കെ ഏകദേശം ഒരുപോലെയാണ്. കാരണം ഇത് യൂണിക്കോണിൻ്റെ വലുതും SP125 ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലായിട്ട് മോണോഷോക്ക് യൂണിക്കോണിന്, ഇതിന് നമുക്ക് ഡ്യുവൽ അഡ്ജസ്റ്റബിൾ ഷോക്കും കൊടുത്തിരിക്കുന്നു. ചെയിൻ കവറൊക്കെ രണ്ട് വണ്ടിക്കും കിട്ടുന്നുണ്ട്. ആ കാര്യത്തിലൊന്നും രണ്ട് വണ്ടിയും കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ നമുക്ക് ESP ടെക്നോളജി, ഓണറായിട്ടുള്ള ESP ടെക്നോളജി, എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ എന്ന് പറയുന്ന ടെക്നോളജി നമുക്ക് SP125 യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇതിന് മോട്ടോർ സ്റ്റാർട്ട് വരുന്നില്ല, കണ്ടില്ലേ, മോട്ടോർ വരുന്നില്ല. ഇതിൻ്റെ കോയിലിൽ നിന്ന് ഉള്ള പവർ എടുത്തിട്ടാണ് വണ്ടിയുടെ ആ ഒരു സെൽഫും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു SP125 സൈലൻ്റ് ആയിരിക്കും. എന്നാൽ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ESP ടെക്നോളജിയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊന്നും കാണത്തില്ല. നമുക്ക് ഈ സൈഡിലായിട്ട് ആ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ കാണാവും ചെയ്യുന്നതാണ്. നമുക്ക് രണ്ട് വണ്ടിക്കും കിക്കർ വിത്ത് സെൽഫ് വരുന്നുണ്ട്. അത് നമുക്ക് SP125 കിക്കർ വിത്ത് സെൽഫ് സ്റ്റാർട്ട് വരുന്നുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇതൊരു കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് സിംഗിൾ പെഡൽ യൂണിവേഴ്സൽ സിസ്റ്റം തന്നെയാണ് വരുന്നത്. നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പോൾ കണ്ടില്ലേ, ഈ ബാക്കിലോട്ട് പെടലുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതും ആ ഒരു യൂണിവേഴ്സൽ ടൈപ്പ് തന്നെയാണ് ഗിയറിൻ്റെ സെറ്റപ്പ് വരുന്നത്. നമുക്ക് രണ്ട് വണ്ടിയുടെയും സൈഡ് സ്റ്റാൻഡ് ഇൻബിൽറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്നൊരു മാറ്റം ഇതിൻ്റെ ടാങ്കിൻ്റെ ഡിസൈനാണ്. ഈ കാണുന്ന പോലെ ടാങ്കിൽ ഒരു കൗൾ പീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കൊടുത്ത് ഇത് മനോഹരമായിട്ടുണ്ട്. രണ്ട് വണ്ടിക്കും ബാക്കിൽ ഇരിക്കുന്നവർക്ക് ചവിട്ടിയിരിക്കാനുള്ള ഒരു സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വണ്ടിയുടെ കളറിനോട് ചേരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന പോലെ രണ്ട് വണ്ടിക്കും ഏകദേശം വില നോക്കിക്കഴിഞ്ഞാൽ 1.55 ഞാൻ പറഞ്ഞു, 1.30 ഞാൻ പറഞ്ഞായിരുന്നു. മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ 70 അടുപ്പിച്ച് കിട്ടുന്നുണ്ട്, 70-75 കിട്ടുന്നുണ്ടെങ്കിൽ ഈ യൂണിക്കോൺ നമുക്കൊരു 55-60 റേഞ്ചിൽ മൈലേജും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഇത്രയും മാറ്റങ്ങളാണ് ഈ രണ്ട് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, TFT ഡിസ്പ്ലേ ഉണ്ട്, TFT ഡിസ്പ്ലേ ഇല്ല. രണ്ട് വണ്ടിക്കും USB-C പോർട്ട്, ചാർജറും കാര്യങ്ങളെല്ലാം ഹോണ്ട കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ കണ്ടില്ലേ, യൂണിക്കോണ്ടേതും നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ആ ഒരു ചാർജറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ട് വണ്ടിയുടെയും ഡീറ്റെയിൽഡ് കമ്പാരിസൺ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ രണ്ട് വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കമൻറ്റ് ഇടുക. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും നമുക്ക് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്ന നമ്പറെ ബൈ.